നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഒടുക്കത്തെ മഴയാണ്, കണ്ടില്ലേ? ഇപ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ എടുത്തെറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. മഴ ആയതുകൊണ്ട് അധികം ദൂരത്തേക്ക് പോകാൻ പാടായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, പണിയാണ്. ഇവിടെ തന്നെ മഴയത്ത് പക്ഷെ ഒരു രക്ഷയില്ല. എന്നാ വൈബ മഴയത്താണൂടെ പൊളി. അപ്പോൾ അതൊക്കെയാണ് അപ്പോഴത്തെ പരിപാടികൾ. ഇവിടെ നേരെ ഏതെങ്കിലും ഫുഡ് സ്പോട്ടിലേക്ക് കഴിക്കാനും വേണം. ഭയങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട്. ഒരു ഉച്ച തൊട്ടിട്ട് ഇട്ട റെയിൻകോട്ടാണ്. അതെപ്പോഴും ഇടയ്ക്ക് വീട്ടിൽ പോയ സമയത്താണ് ജസ്റ്റ് ഒന്ന് ഊരിയത്. വീണ്ടും ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നു, കാരണം പെയ്യാൻ സാധ്യതയുണ്ട്. കണ്ടില്ല ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പോകണം. നല്ല മഴ, കിടിലം വൈബാണ്, ഒരു രക്ഷയില്ല. രാവിലെ തൊട്ടേ മഴയാണെങ്കിലും കിടില് വരും. ജോലിക്ക് പോയപ്പോൾ പോലും എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞു. അജാതി വൈബായി. പണ്ടൊന്നും എനിക്ക് മഴ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മഴ വൈബെന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്. സോ ഇവിടെ ജനിക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ വരാനെങ്കിലും പറ്റുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ വീട് കറക്റ്റ് ഒന്നും വേണ്ടേ. പക്ഷെ ഇനിയിപ്പോൾ പെയ്യില്ലായിരിക്കുമല്ലേ, അത് കുറവാണ്. കാറ്റും ഒരുപാടു നാളായലഞ്ഞു, പൂന്തെന്നലിൽ പൊന്നോണമായി ഒരു പാഴ്കിരീടം നിറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെയൊരുങ്ങുന്ന മൗനം എന്നോ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം കാറ്റിൽ മുങ്ങി. ആ രാജേഷ് ഏട്ടൻ ഇപ്പം ഇതൊക്കെ എടുക്കും. എന്നാ വ്യൂ! കിരീടം പാലം, ദ ഗ്രേറ്റസ്റ്റ് കിരീടം പാലം ഈസ് ഓൺ ദ വേ. ചൂടുണ്ടല്ലോ മാമ. ഇത് സ്ട്രോങ് ഒന്ന് വാങ്ങിരണോ? കരിയാണ്. നമുക്കതാണോ? എന്താണ് മഴയ്ക്കപ്പോൾ കിട്ടുള്ളൂ. ചായ കുടിയാണ്. ആഹാ, പാലെത്തിയപ്പോൾ ചായ. അത് തന്നെ, നമ്മളവിടെയാണ് കട. അവിടെ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ചായ. ഇവിടെ വന്നിരുന്ന് കുടിക്കാൻ. പക്ഷെ ചൂട് കുറയും. ഇതാണ് ഈ ചില ചായക്കടകളുടെ ഒരു പ്രശ്നം. ലാഭിക്കണതാണ്. സോ അപ്പം ഒട്ടും ഇല്ലല്ലേ ഇവിടെ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലേ? സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതാണോ കത്താത്ത? അത് കത്തിക്കുമായിരിക്കും. എന്തോ ഇതുണ്ടല്ലേ, പക്ഷെ കത്തിയിട്ടില്ല ഇതുവരെ. സ്ട്രീറ്റ് ലൈറ്റ് അല്ല ഇത്. കണ്ടിട്ട് ഇതിപ്പോൾ കത്തൂല്ലോ.
കൊത്തൂലേ? അപ്പം ഇവിടെ ഈ ഇരുട്ടാണല്ലേ തെറ്റി, ഒരു രക്ഷയില്ല. ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞ ഞാൻ റെയിൻ കോട്ട് ഇട്ടുണ്ട്, പക്ഷേ ഞാൻ റെയിൻ കോട്ടൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെട്ടെന്ന് ബൈക്കിൽ നമ്മൾ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മഴ ഒറ്റ പെയ്തായിരുന്നു. ഇന്ത്യക്കിരിയുടെ നടുക്കെത്തിയപ്പോഴേക്കും ടീഷർട്ടൊക്കെ ഉള്ളിൽ കിടന്നൊക്കെ നനഞ്ഞ് റെയിൻ കോട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കയ്യിൽ മാമ പൊറോട്ട ഉണ്ടോ? ദോശ എടുത്തു. നേരെ ചേട്ടൻ്റെ കുട ഉണ്ടായിരുന്നു, അപ്പോൾ കുടയൊക്കെ പിടിച്ച് ഞാൻ റെയിൻ കോട്ട് ഇട്ടിരുന്ന ചേട്ടൻ കുട പിടിച്ചിരുന്ന് നമ്മൾ റൈഡ് ചെയ്തിങ്ങനെ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദോശ എന്താ ഉള്ളത്? പൊളിയായിരുന്നു ഞാൻ പറയും. മുട്ടക്കറി കാണിച്ചാലോ മാമ? മുട്ടക്കറി 2 എണ്ണം. അതെ, നല്ല നാടൻ. ഇത് ഇലയിലും കൂടെ ആയിരുന്നെങ്കിൽ സെറ്റ് ഓർമ്മ കുഴപ്പമില്ല. ഇലയിൽ കാര്യമില്ല, സാധനം ഇങ്ങനെ പാത്രത്തിൽ തന്നിട്ട് പോകണം. മതിയോ? പത്ത് കറിയുടെ തന്നെ പൊളിയാണ് മക്കളെ. ആദ്യത്തിന് വീട്ടിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ അതുകൊണ്ട് ഈ മഴക്കാലത്തും വലിയ യാത്രയാണ്. വീടിലും വൈബിൽ റൈഡ് ചെയ്ത് വന്ന് പിന്നെ കൊടുക്കുക. പൈസ കൊണ്ട് ഈ സുഖം. രണ്ടാമത് വെച്ചാൽ കറിയൊക്കെ തരും ചാറ്. എനിക്ക് ഇവിടെ തരും ചാറ്. ഗ്രേവി പോലും തരാറുണ്ട്.
ஒவ்வொரு நெஸ்கஃபே சன்ரைஸ் பெர்ஃபெக்ட் கப்பில் உள்ள ஃபைன் கிரானுலேஷன் உற்சாகத்துடன் தரும் நல்லுணர்வு உங்கள் நாளை அற்புதமாக தொடங்கி வைக்கிறது. ഓഫ് ചെയ്തൊരു ചിലപ്പോൾ സ്പൂണായിരിക്കും അല്ല ചിലപ്പോൾ അറിയില്ല. நீங்க நல்லா பாக்கணும், நீங்க பாக்கணும், அதானே எங்க அப்பா. நீ போப்பா, நீ போப்பா, என் செல்ல பால தங்க பால நீ போப்பா, என் தங்க மாட நீ போப்பா. அப்பா அதுக்கு 3 மாதம் நீ விடுக்க போயா? நான் பார்த்து வளர்ந்த பையன் സ്ഥലത്തിനാണ് വേറൊരു മാർക്കറ്റ് ഇങ്ങനെ നിലനിർത്തുന്നത്. ഈ ഒരു എസ്തെറ്റിക്സ്, ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കടി എന്തോണ്ട് മാമ? ടി വി വന്നു. എല്ലാം മൊരിഞ്ഞ വഴക്കപ്പം എന്താവുമെന്ന് കഴിച്ചു. നല്ല മൊരിഞ്ഞ വാഴക്കപ്പം അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ വെച്ചാൽ വന്ന് കയറിയപ്പോൾ കണ്ടായിരുന്നു. அந்த കാലത്തുള്ള അതേ സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയ പഴമയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനതായ പഴയകാല ഹോട്ടൽ இன்று இரவு 10:30 சமுத்திரக்கனி யோகி பாபு ஆக்னியா நடித்த வெள்ளை யானை ஸ்பெஷல் ஷோ உடன் வழங்குவார்கள். கிடையாதா? വാവ്, വാട്ട് ആൻ എസ്തെറ്റിക്സ്. അടിപൊളി. എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ, അമ്മയുടെ കുഞ്ഞമ്മയുടെ പഴയ വീട്ടിൽ വന്ന അതേ ഫീൽ. ഇപ്പം അതൊക്കെ പുതുക്കി വേറെ പോലെ ആക്കി കേട്ടോ. എന്നാ ഒരു ഫീലാ. നമ്മുടെ പഴയ മണം കിട്ടിയടായി. ഇന്ന് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഫ്രണ്ട്സ്. കാരണം സത്യം, എൻ്റെ അമ്മയാണ് സത്യം. പഴമയുടെ അത്രയും കാലം മുമ്പുള്ള, ഞാനൊക്കെ വളരെ ചെറുപ്പമായിരുന്ന സമയത്തുള്ള ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു മണം ഇന്ന് എത്രയായല്ലേ നമ്മൾ This is the shop. ഞാൻ ഒരിക്കലും മറക്കില്ല ഫ്രണ്ട്സ് ഈ ഒരു ദിവസം. ശരിക്കും പറഞ്ഞാൽ അത്രയും കാലം മുമ്പുള്ള അതേ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. വളരെ ഇമോഷണൽ ആയിപ്പോയി നമ്മൾ ഒരു കാലഘട്ടമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ. രക്ഷയില്ല. ഞാനും കൂടെ നിന്നിട്ടുള്ളൂ ഈ ഒരു ഫുട്ടേജൊക്കെ എടുത്തില്ലെങ്കിൽ എത്ര കാലത്തേക്കാണ് ഇതൊക്കെ. ഇതേപോലെ മാമന്മാരൊക്കെ അതിൽ ആ ഒരു കാലഘട്ടം അവസാനിക്കുന്നതോടെ ഈ ഒരു പരിപാടിയൊക്കെ തീരും. സോ അതൊക്കെ ഒരു ടൈം വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കണ്ടോളൂ, രക്ഷയില്ല. പഴയ എൻ്റെ അമ്മയുടെ കുഞ്ഞുമുണ്ട് മലയും കീഴാണ്. അത് ഇവിടൊക്കെ ഇപ്പോൾ പുതുക്കി വലിയ വ്യത്യാസമായി.
അപ്പം അന്ന് ഇങ്ങനെയായിരുന്നു, ഓല പേഞ്ഞ മുരയായിരുന്നു, റോഡാണ്. അതിൻ്റെ പരിപാടി സോ ആ ഒരു സ്ഥലമാണ്. കുറേ പേരുടെ വീടുകൾ അങ്ങനെ ആയിരുന്നു. സോ ആ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നു. സോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു ആ ഒരു കാലഘട്ടം. എന്നിട്ട് അമ്മയുടെ ബന്ധുക്കൾ, പലരുടെയും ബന്ധുക്കൾ ഒക്കെ, എൻ്റെ അച്ഛൻ്റെയൊക്കെ ബന്ധുക്കളൊക്കെ, അച്ഛൻ്റെ ബന്ധുക്കളുടെ വീടുകൾ അധികം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊരു സിറ്റി റീജിയനുള്ളവരാണ്, എൻ്റെ അമ്മ ഒരു നാട്ടുപ്രദേശത്തുള്ളവരാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ അച്ഛനൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പണമൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സേവ് ചെയ്ത് 3 മക്കൾ നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിച്ചിട്ട് കിട്ടായി നാട്ടുപ്രദേശമാണ്. സോ നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് ഇത് പറ്റുമെന്നുള്ളത് എനിക്ക് അറിയാം. സോ നമ്മുടെ ഒരു പഴമയുടെ ആ ഒരു ഇന്നത്തെ വീടുകളും മണവും നമ്മളുടെ കാലം, നമ്മളന്ന് ചെറുപ്പമായിരുന്ന സമയത്തുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും യുവരാജും സേവാഗും അതേപോലുള്ള വീടുകളിനകത്ത് നമുക്ക് പണ്ട് ക്രിക്കറ്റുകളുടെ ഓർമ്മയൊക്കെ വരും. ജസ്റ്റ് ഗ്രേറ്റ്. അപ്പോൾ ഗൈസ്, ശരി നമുക്ക് പോവാം. ആരെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഫുഡൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. എനിക്കിവിടെ ആയത് 150 രൂപയാണ്. ഒരു രക്ഷയില്ല. ഈ സ്ഥലവും കൂടെയാണ് ഈ ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പക്ഷേ അതിനെക്കാട്ടിലും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സ്ഥലം, ഈ ഒരു എസ്തെറ്റിക്സാണ്. സോ പൊളിയാണ്. എല്ലാവരും ഈ ഒരു കാലഘട്ടമൊക്കെ, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം അവസാനിക്കുന്നവരേ ഉള്ളൂ ഇതേപോലുള്ള പരിപാടികൾ. അത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം കഴിയും. സോ ഇനി ഇതൊന്നും ഒരിക്കലും ഒരു ടൈം കഴിഞ്ഞ് ഇനി ഇങ്ങനെയുള്ള കടകളൊക്കെ കാണാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല, പറ്റില്ലായിരിക്കാം. സോ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുക പോവുക. ശരി ഗൈസ്, പോവാൻ പോവാണ്. നമ്മുടെ പയ്യൻ ബസ് വീഡിയോ ഇരിക്കാനുണ്ടല്ലോ. നേരെ റൈഡ് ചെയ്ത് വീട്ടിലേക്ക്. നമ്മൾ വീട്ടിലോട്ടാണോ? വീട്ടിലേക്ക്. 20. ഓക്കെ. ദോശ 6. പപ്പടം 250 രൂപ. പിന്നെ കട്ടനല്ലേ നേരത്തെ തന്നെ? 5 രൂപ. 5 രൂപ. ഓ, ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഊണും മീനും കൂടെ 100 രൂപ. ബിരിയാണി ഒന്നും ബിരിയാണി ഇല്ല. ബീഫ് ബിരിയാണി, ചിക്കൻ 50 രൂപ. ചിക്കൻ ദ്വാര അങ്ങനെയൊന്നുമില്ല. ചിക്കൻ കറിയുണ്ട്. ബീഫാ? ബീഫില്ലല്ലേ? നേരത്തെ ഉണ്ടായിരുന്നല്ലോ. 9 രൂപ, 30 രൂപ. ഓക്കെ. പിന്നെ അത്ര തന്നെയല്ലേ? വേറെ ഐറ്റംസ് ഇല്ലല്ലോ? ഊണ് റേറ്റ് എത്രയാ? ഊണും മീനും കൂടെ 100. പൊറോട്ട, അപ്പം, പുട്ട് വറുപ്പടം, തക്കാളി കറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും. പക്ഷെ ഇവിടെ ഒന്നും അധികം കണ്ടില്ലേ? ഒക്കെയാണപ്പോൾ ഉള്ളത് അടികൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ദിസ് ഈസ് അപ്പു സൈനിങ് ഔട്ട്.